ഉണ്ടാകട്ടെ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ പ്രാരംഭ വാക്യങ്ങളാണല്ലോ നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് കർത്താവിൻ്റെ ദാസൻ ഇത്ര നേരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന കാര്യവും പ്രാർത്ഥനയുടെ മോഡലും രണ്ടും കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ഭാഗത്ത് ഉപവസിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ വിചാരപ്പെടാതിരിക്കുന്നതിനെക്കുറിച്ചും സമ്പത്തിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിലും പ്രാർത്ഥിക്കുന്നതിനോടുള്ള ബന്ധത്തിലും ഒക്കെ നമ്മൾ കാണുമ്പോൾ അന്നത്തെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് കൂടുതലും സ്വയനീതിയിൽ അധിഷ്ഠിതമായിരുന്നു. പല കാര്യങ്ങളും മനുഷ്യന് സ്വയനീതി ആണ് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നത്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ അവരെ സ്വയനീതിയാണ് ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയതും യേശുക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് കഴിയാതിരുന്നതും അതുപോലെ തന്നെ ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങളെ അറിയാതെ വണ്ണം അവർക്കിടയായി തീർന്നതും ഒക്കെ തങ്ങൾ എന്തൊക്കെയോ നീതികൾ ചെയ്യണം, തങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് അങ്ങനെ രക്ഷ നേടണം എന്നുള്ള അവരുടെ ആ തെറ്റിദ്ധാരണ നിമിത്തമാണ് കാര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. ഈ ഭാഗത്തുനിന്നും നമുക്ക് അത് കാണാനായിട്ട് കഴിയും. അവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ചില വാക്കുകൾ, പ്രത്യേകം ആശയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യർ കാണേണ്ടതിന് അവരുടെ മുന്നിൽ മാത്രമല്ല, നിങ്ങളുടെ രഹസ്യത്തിൽ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നൊക്കെയുള്ള പദങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും നോട്ട് ചെയ്യേണ്ടതുമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചിരിക്കുന്ന ഒരു സംബോധനയും പഴയ നിയമത്തിലോ മറ്റ് ഇതര ഭാഗങ്ങളിലോ നമ്മൾ കാണാതെ വണ്ണം യേശു കർത്താവ് ദൈവത്തെ പിതാവ് എന്ന് സംബോധന ചെയ്യുകയും മാത്രമല്ല നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോഴും പിതാവ് എന്ന് അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിക്കാനും നമുക്ക് പ്രതിഫലം തരുന്ന പിതാവ്, രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് എന്നൊക്കെ ഉള്ളതുപോലെ ചെയ്യരുത് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചെയ്യരുതെന്നല്ല, എന്നാണ് നമ്മളോട് പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മാത്രമല്ല, അന്നത്തെ കാലത്ത് ദൈവം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് പ്രതിഫലം ലഭിക്കും എന്നുള്ളതിന് ഒരു ചിന്തയേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് 4 പേര് കാണണം, അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതിനെയാണ്. അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ ഒരു ആഹാരമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ കാര്യമോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സഹായം ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു രഹസ്യമായൊരു റൂം എടുത്തുകൊണ്ട് പോയി അവിടെ വാതിലടച്ചതിന് ശേഷം അത് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല പറഞ്ഞിരിക്കുന്നതെന്നും അത് വളരെ മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണണം, അവരെന്നെ പ്രശംസിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതും അത്തരം ചിന്താഗതികളൊക്കെ ഹൃദയത്തിൽ നിന്ന് മാറ്റി വെക്കുന്നത് വളരെ പ്രയാസമാണ്. എത്ര നിസ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹം അത് ഉദ്ദേശിച്ചല്ല പലപ്പോഴും അത് ചെയ്യുന്നെങ്കിൽ പോലും ചെയ്യുമ്പോഴത്തേക്ക് 4 പേര് പറഞ്ഞാൽ മതി, ആ ബ്രദറെ ഈ ചെയ്തത് നന്നായി, അല്ലെ ബ്രദറെ ഇത് ബ്രദർക്ക് ചെയ്ത. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾ ഒരു നല്ല അഭിപ്രായം പറയുമ്പോൾ തുടർന്നുള്ള ആൾക്കാരും അതുപോലെ തന്നെ നല്ല അഭിപ്രായം പറയണമെന്നും മാത്രമല്ല ഇനിയൊരു പ്രാവശ്യം അത് ചെയ്യുമ്പോൾ നല്ലതല്ല, തെറ്റായ ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് വേദനിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെ ഉള്ളത് വളരെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പ്രശംസ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണെന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ തെറ്റിപ്പോകാൻ അതിൽ തന്നെ പല സാധ്യതകളും ഉണ്ടെന്നുള്ളതും നമ്മൾ മറന്നു കരുതാത്ത കാര്യമാണ്. കാരണം അതിൻ്റെ പ്രധാന കാര്യം ഒരു ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ട് ദൈവത്തെ കേന്ദ്രബിന്ദുവാക്കി ദൈവത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ജീവികളല്ല നമ്മളെന്നും നമ്മൾ നമ്മുടെ സ്വയത്തെ തന്നെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പല ചിന്തകളും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖക്കുറവും അത് നമ്മളെ കേന്ദ്രീകരിച്ച് നമ്മുടെ ആൾക്കാർ പുകഴ്ത്തുകയും നമ്മളെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു കുറച്ച് സന്തോഷവും ഉത്തേജനവും ഒക്കെ തരുന്ന കാര്യമായിട്ട് തീരും. അങ്ങനെ തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ പ്രസംഗമാകട്ടെ, നമ്മുടെ കൊടുപ്പാകട്ടെ, നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, ഇതൊക്കെ 4 പേര് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള ചിന്താഗതി എത്ര നമ്മൾ സ്വയം ക്രൂശിച്ചവരെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഡിഗ്രി ഒരുപക്ഷെ വേരി ചെയ്യും എന്നല്ലാതെ ഇല്ലാത്ത
ആ ഒരു വ്യക്തി സ്വയം ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാരണം മരണം വരെ നമുക്ക് ഈ ഈ ഈ ഒരു പോരാട്ടമുണ്ട്. നമുക്ക് ആ ദൈവത്തിന് ഉള്ള മഹത്വം നമുക്കെടുക്കാനും ദൈവം ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളാണ് അതിൻ്റെ യഥാർത്ഥ കാര്യക്കാര് എന്ന് കാണിക്കാനും ഒക്കെയുള്ള പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്നത് ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ മരണം വരെ അവന്റെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കുറേ നാൾ ക്രൂശ് എടുത്തു, അപ്പോൾ ഏകദേശം എല്ലാം ഒരു സ്വയമൊക്കെ പോയെന്ന് തോന്നി, പിന്നെ അതിന് ആവശ്യമില്ല എന്നുള്ളൊരു നിലയിലല്ല. എന്ന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കൂട്ടങ്ങളിലും അതുപോലെ മറ്റ് ക്രിസ്തീയ കൂട്ടങ്ങളിലും ഒക്കെ പിശാചെടുത്ത് ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല. കാരണം എന്നെയും അത് ഉപയോഗിക്കാറുണ്ട്. നമ്മളെ കേൾക്കുന്ന നമ്മളെയൊക്കെ ഓരോരോ കാലയളവ് വരെ അത് എത്ര നേരം നമ്മൾ ക്ഷമിച്ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ചോദ്യം. അല്ലാതെ തീരെ നമ്മൾ ക്ഷമിച്ചിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അതിനൊരു ഉത്തരം പറയാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. നോക്കിയാട്ടെ, അതുകൊണ്ട് നമ്മൾ ഹാർഡ് ഏൺ ചെയ്തതായിട്ടുള്ള മണി, അല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് അത് നേരത്തെ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ഒരു ലെറ്റർ കൊടുക്കുന്ന പോലുള്ള ഒരു നിലയിൽ നമുക്ക് എങ്ങനെ കൊടുക്കാനായിട്ട് കഴിയും. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. കർത്താവേ, ശലോമോൻ പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ നിനക്ക് എന്തെങ്കിലും തന്നെന്നല്ല കർത്താവേ, നിന്റെ അടുക്കൽ നിന്ന് പ്രാപിച്ച് ഞാൻ നിനക്ക് തിരികെ തരുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണാം. നമ്മുടെ ഇവിടെ പല പ്രിയപ്പെട്ടവരും ഇവിടെ ഹാൻഡ് റൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സത്യം പറഞ്ഞാൽ ഞാൻ ചിലരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരാരാന്നുള്ളത് എനിക്കിപ്പം മനസ്സിലാകുന്നില്ല. നമ്മുടെ കോർണർ എന്ന് പറയുന്ന സഹോദരൻ ആരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ അതിൻ്റെ ഇടയ്ക്ക് പേര് മാറ്റിക്കളഞ്ഞ അവരുടെയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ മറ്റ് റൂമുകളിൽ ചെയ്യുന്നത് പോലെ ഒരു ദൈവവചന ഭാഗം എടുത്ത് ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമല്ല. അതേസമയം പ്രൗഢമായിട്ടുള്ള ദൈവവചനത്തിലെ ചിന്തകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ കാര്യങ്ങൾ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ബാക്ക് ചാനലിലോ അത് അറിയിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും നിങ്ങൾ അത് അപ്രകാരം സീരിയസ് ആയിട്ട് വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഉള്ള സമയമില്ലെങ്കിൽ പോലും നമ്മളെ എല്ലാം കൂടെ 1.5 മണിക്കൂർ കൊണ്ട് തീർക്കണം. സാധാരണഗതിയിലൂടെ 3 ദൈവദാസന്മാരാണ്, 4 പേരാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം 3 പേരാണ് പറയുന്നത്. ഇത്രയും വാക്യങ്ങളുള്ളത് കൊണ്ട് കുറച്ച് സമയമെടുത്തത് പറയേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും അതിന് അവസരമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ദൈവം തരുന്ന ശക്തമായ ആലോചനകളുള്ള സഹോദരങ്ങൾ അത് അറിയിക്കുകയാണെങ്കിൽ അവർക്കത് പറയാനുള്ള അവസരം ഉണ്ടാകും. അതേസമയം മറ്റ് റൂമുകളിൽ നടക്കുന്നത് പോലെ ഒരു വചനം വെച്ചിട്ട് പല അഭിപ്രായങ്ങൾ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ചിലത് വാദിക്കുക, അങ്ങനെയുള്ള ഒരു റൂമല്ല ഇത് എന്നുള്ളതും കൂടെ ഞാൻ നേരത്തെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിശ്ചയമായിട്ടും അങ്ങനെ നല്ല ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിട്ടുള്ള പ്രിയപ്പെട്ടവർ അത് അറിയിക്കണം. അത് അറിയിച്ചാൽ നിങ്ങൾക്കുള്ള അവസരം നിശ്ചയമായിട്ടും നൽകും എന്ന് ഞാൻ നേരത്തെ തന്നെ ഉറപ്പ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവദാസൻ ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഞാൻ എൻ്റെ കൊച്ചുകാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ വെള്ളമൊക്കെ കുറയുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ കുളിക്കാനായിട്ട് തൊട്ടടുത്തുള്ള പുഴയിലാണ് പോകുന്നത്. അപ്പം പുഴയുടെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരിക്കും. വലിയ വിശാലമായ മണൽപ്പുറമാണ് അവിടെ ഉള്ളത്. അവിടെ പോയി ഇങ്ങനെ കുളിക്കുകയും കുളിച്ചിട്ട് മടങ്ങി വരികയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ട്. നീന്താനൊക്കെ പഠിച്ചത് ആ സമയം അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചില തദ്ദേശവാസികളായിട്ടുള്ള പല വ്യക്തികളും അവിടെ കടന്നു വരാനും അവരുടെ കൈയും കാലും ഒക്കെ ആ പുഴയിൽ തന്നെ കഴുകി ആ മണപ്പുറത്ത് അവരുടെ ടവലൊക്കെ വിരിച്ച് വിശാലമായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ ചെയ്യുന്ന കാഴ്ച സാധാരണ കാഴ്ചയായിരുന്നു. അപ്പം അതിൽ നിന്ന് നമുക്കറിയാം, അവരെ പറയുവല്ല, ഈ പരീശന്മാർ ചെയ്തുകൊണ്ടിരുന്ന രീതി എങ്ങനെയായിരുന്നു. ഇത് നമ്മൾ ചില ജീസസ് ഫിലിം നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ തന്നെ അവർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ വിളംബരം ചെയ്യുകയും, ഇപ്പം 1 രൂപയാ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രൂപ മേടിക്കാനായിട്ട് ഒരു 19 പേരവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് അതിങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയും അപ്പോഴെല്ലാവരും കൂടെ അതിനുവേണ്ടി കടിപിടി കൂടിയിട്ട് ചില വ്യക്തികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പെട്ട് ചത്തുപോകുന്നതൊക്കെ കാഴ്ച
നമ്മൾ ജീസസ് എനിക്ക് തോന്നുന്നു കരുണാമയൻ എന്നുള്ള ഫിലിമിലാന്ന് തോന്നുന്നു അത് കാണുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള ഒരു രീതിയിലായിരുന്നു അവരുടെ കൊടുപ്പ്. എല്ലാവർക്കും കൂടെ വിളിച്ചു അല്പമായിട്ട് എല്ലാവരും കാണുക ഇങ്ങനെ കൊടുത്ത് അവർക്ക് ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നുമല്ല പ്രശ്നം, ഞാൻ ഇത്രയും കൊടുത്തു എന്നെല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെ പ്രാർത്ഥനയും അതുപോലെ തന്നെയുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള നിലയിലായിരുന്നു പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പൊ കപടഭക്തി എന്നുള്ളത് നമുക്കറിയാം. ഈ സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷത്തിലും പ്രത്യേകിച്ച് പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് കർത്താവ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഈ കപടഭക്തി എന്നുള്ളതും. അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഉള്ളിലില്ലാത്ത ഒരു കാര്യം ആണെന്ന് സ്ഥാപിക്കാനായിട്ടുള്ള മനുഷ്യന്റെ ഒരു പരിശ്രമത്തെയാണ് അവിടെ കപടഭക്തി എന്നതുകൊണ്ട് സത്യത്തിൽ അങ്ങനെയല്ല, എന്നാൽ അങ്ങനെയാണെന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് ധരിക്കണം എന്നുള്ള നിലയിൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യവും നമ്മൾ സത്യത്തിൽ ആത്മീയമായിട്ട് അല്ലാതെ എങ്ങും എത്താതെ എത്തി അല്ലെങ്കിൽ എൻ്റെ നിലവാരം ഇതാണെന്ന് നമ്മൾ ധരിച്ചു പോകുന്ന, അത് ഈ ചെയ്യുന്ന വ്യക്തിക്ക് പോലും അറിയത്തില്ലേ. കപടഭക്തിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപടഭക്തി ഉള്ള അദ്ദേഹത്തിന് എനിക്ക് കപടഭക്തി ഉണ്ടെന്ന് അറിയത്തില്ല. എനിക്കിപ്പോൾ അതുണ്ടെങ്കിൽ എൻ്റെ കപടഭക്തി എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ മനുഷ്യനെ ആത്മീയമായിട്ട് തളർത്തിക്കളയുന്ന ഒരു കുഷ്ഠമാണ് ഈ കപടഭക്തി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചില ദൈവദാസന്മാർ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ഏത് പാപം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിടുതലുണ്ട്, കപടഭക്തിക്കാരൻ രക്ഷപ്പെടാനായിട്ട് വളരെ പാടാണ്. കാരണം അവൻ എന്നാ ചെയ്യുന്നതെന്നുള്ളതും അവൻ്റെ കുറവ് എന്നാ എന്നുള്ളതും അവന് തന്നെ അറിയുന്നില്ല. അതാ ഇതിൻ്റെ പ്രശ്നം. നമുക്ക് ആത്മീയമായിട്ട് തികഞ്ഞു നിറഞ്ഞു ഇനിയൊന്നും നമുക്ക് കേൾക്കാനില്ല പഠിക്കാനില്ല എന്നൊക്കെയുള്ള നിലയിൽ ഇനിയിപ്പോൾ എൻ്റെ അറിവുകൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല, കാരണം എല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്ന് പലപ്പോഴും തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനി എല്ലാം തികഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു സാധാരണ കാര്യത്തിൽ, സാധാരണ ഒരു വാക്യത്തിൽ, സാധാരണ ഒരു സംഭവത്തിൽ ഒന്നും അറിയത്തില്ല എന്നുള്ളത് അന്നേരമാണ് മനസ്സിലാവുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഈ ക്ലബ് ഹൗസിലൊക്കെ വന്നതിന് ശേഷം പല ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ സഹോദരങ്ങൾ പരസ്പരം ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിനൊന്നും അന്നേരം കൃത്യമായ ഉത്തരവൊന്നും കൊടുക്കാനുള്ള വിവരമൊന്നും എനിക്കില്ല. എനിക്ക് അത്രയ്ക്കുള്ള പരിജ്ഞാനമില്ല, അല്ലെങ്കിൽ അത്രയ്ക്കുള്ള അറിവില്ല. പല കാര്യങ്ങളും എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും. കഴിഞ്ഞ 2 വർഷത്തിൽ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്ന ഒരു കടലോളം കാര്യങ്ങൾ ഈ ക്ലബ് ഹൗസിലും ഒക്കെ ഇരുന്ന് പലപ്പോഴും പഠിക്കാനും അറിയാനും ചരിത്രവും വചനവും കാര്യങ്ങളും ഒക്കെ പഠിക്കാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മളെങ്ങനെ നമുക്ക് ഒരു രൂപാന്തരം ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പം ഇങ്ങനെ മനുഷ്യൻ അവന് നിറഞ്ഞു കഴിഞ്ഞു, ഇനിയും പകരാനായിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ഇങ്ങനെ നമുക്കൊരു ചിന്ത വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടീച്ചബിൾ അല്ലാതെ പോകുന്നത്, മറ്റുള്ളവർ പറയുന്നതും കൂടെ കേൾക്കാനായിട്ടുള്ള സന്നദ്ധത ഇല്ലാതെ പോകുന്നത് സത്യം പറഞ്ഞാൽ കപടഭക്തിയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതാണ് വാട്ട് ഐ നോ ഈസ് ദ ഫൈനൽ, ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് തിങ്, ദർ ഈസ് നത്തിങ് ബിയോണ്ട് ദാറ്റ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഈ കപടഭക്തി നമ്മളിൽ പിടിമുറുക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ആകെയുള്ളത് മറ്റുള്ളവർ ഇതൊക്കെ കാണണം. ജയ്ജി ബ്രദർ ഭയങ്കര ഭക്തനും വചന പാണ്ഡിത്യം ഉള്ളവനുമാണെന്ന് 4 പേര് പറയണം, ശ്രേഷ്ഠദാസൻ എന്നൊക്കെ പറയണം, സ്റ്റേജിൽ കയറ്റി ഇരുത്തണം, അവിടെ ഇരുന്നുകൊണ്ട് ചില പ്രസ്താവനകളൊക്കെ നടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ കാണുന്നത് ഒത്തിരി ആൾക്കാർ പരസ്യമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒത്തിരി ദൈവമക്കളും തെറ്റിപ്പോകുന്ന ഒരു വാക്യമായത്. കാരണം ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതിനു മുന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾ എന്നാത്തിനെ ഇങ്ങനെ കൈയടിച്ച് ഒച്ചത്തിൽ നെട്ടുനാടും പെട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കൂകുന്നത് എന്നാ കാര്യത്തിന് വേണ്ടിയാ എന്ന് ചോദിച്ചിട്ടുള്ള പലരുമുണ്ട്. അപ്പം അതെ, ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പോയാൽ എൻ്റെ പ്രസംഗം നടക്കുകയില്ല എന്ന് പറയുന്ന പോലെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കത്തില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ എൻ്റെ കാറ് റോഡിൻ്റെ പുറത്ത് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം എന്നാൽ ഞാൻ അസൂയാലുമായിട്ട് പലരെയും നോക്കിയിട്ടുണ്ട്. അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ ചൊറിയുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, മൊബൈൽ എടുക്കുന്നു, പറയുന്നു.
അവർ ചെയ്യുന്ന പണി ഞാൻ ചെയ്യാൻ പോയാൽ എനിക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ കമൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പ്രിയപ്പെട്ടവർ തെറ്റിദ്ധരിക്കരുത് എന്ന് അപേക്ഷിക്കുക. എനിക്കത് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ അതുമാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് മറ്റ് പുറത്തുനിന്ന് ചില ആൾക്കാർ വന്ന് ബാഡ് കമൻ്റൊക്കെ ഇടുമ്പോഴും ഞാൻ കാണാതെ പോകുന്നതിൻ്റെ ഒരു രഹസ്യമത. അപ്പം നോക്കിയാട്ടെ, അവർ പള്ളികളിലും തെരുക്കോണുകളിലും നിന്ന് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയും. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പം ഈ വാക്യം കേട്ടിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം ആ വാതിലടച്ച് ആരും കാണാതെ രഹസ്യമായിട്ടേ പ്രാർത്ഥിക്കാവൂ എന്ന് അവിടെ പറഞ്ഞേക്കുക. അപ്പം ഇതൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത് പോലെ ദൈവമക്കളുടെ കൂട്ടായ്മയായിട്ട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചോ പാടുന്നതിനെക്കുറിച്ചോ പ്രസംഗിക്കുന്നതിനെക്കുറിച്ചോ അല്ല പറയുന്നത്. എന്നാൽ ഈ കപടഭക്തിയുള്ള വ്യക്തികൾക്ക് ഇതെല്ലാം അവരുടെ ഉപയോഗത്തിനായിട്ട് വരാതെ അത് മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു കാര്യമായിട്ട് തീരാനായിട്ടും സാധ്യതയുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ സഭകളിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു ഒരു ഉദാഹരണമാണല്ലോ, റബ്ബർ വെട്ടിയിട്ട് ചിരട്ട കമത്തി വെച്ചാൽ എങ്ങനെയാ ബ്രദറെ അതിൻ്റെ ഉള്ളിൽ റബ്ബർ പാല് വന്ന് വീഴുന്നത് എന്ന് ഞാൻ ആദ്യമായിട്ട് ഈ ഉദാഹരണം കേട്ടപ്പോൾ ചിരിച്ചുപോയി. കാരണം നിലമ്പൂരിൽ നിന്നുള്ള ഒരു പാസ്റ്റർ ഇത് ആദ്യമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടത്. അയ്യോ, അതൊരു ഭയങ്കര ഉദാഹരണമായിപ്പോയി. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാ ബ്രദറെ അത് ശരിയാകുന്നത് എന്ന് ചോദിച്ചപ്പം എന്ന് പറഞ്ഞതുപോലെ ഇതിലൊക്കെ നമുക്ക് ഭാഗവാക്കാകാൻ കഴിയും. അതിൻ്റെ അർത്ഥം നമ്മൾ രഹസ്യത്തിലേ പ്രാർത്ഥിക്കാവൂ, കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കരുത് എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടൊക്കെ പറയുന്നത് നമുക്ക് കാണാം, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, നമ്മളിപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ ഭാര്യയോടോ മക്കളോടോ, പ്രത്യേകിച്ച് ഭാര്യയോട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് രഹസ്യ സ്വഭാവമുള്ളതൊക്കെ ആണെങ്കിൽ, വ്യക്തിപരമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും നിന്നോ പൊതുസ്ഥലത്ത് നിന്നോ അവരോട് സംസാരിക്കത്തില്ല. നമ്മളത് വീട്ടിൽ പോയി അവരും നമ്മളും മാത്രമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ സംസാരിക്കുന്നത്. ഇന്നതുപോലെ കാര്യങ്ങൾ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കും. കാരണം ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പ്രത്യേകതയും കൂടെ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ചെന്നിട്ട് നമുക്കിപ്പോൾ ഇന്ന് ഈ അരി വേണോ വേറൊരു സാധനം വേണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നിശ്ചയമായിട്ടും രഹസ്യ സ്വഭാവമുള്ള കാര്യമല്ല. എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പറയുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്. നമുക്കറിയാം, ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് നിന്നാണ് നമ്മൾ ദൈവത്തോട് ഉള്ള നമ്മുടെ പ്രാഗൽഭ്യവും നമ്മുടെ ബന്ധവും. ദൈവവചനത്തിൽ 3-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഓ മൈ ഇന്നർമോസ്റ്റ് ബീയിങ് പ്രൈസ് ദ ലോർഡ്. അവൻ്റെ ഉപകാരങ്ങളൊന്നും പറഞ്ഞ് എൻ്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ. ഓൾ മൈ ഇന്നർമോസ്റ്റ് ബീയിങ്, എൻ്റെ ഏറ്റവും ഉള്ളിലുള്ള എൻ്റെ ബീയിങ്, അത് ദൈവത്തെ സ്തുതിക്കണം എന്നാണ് അവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകും, നമുക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാം. എന്നോട് പലപ്പോഴും ദൈവം എന്നോട് ഇടപെട്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും സാധാരണ നിലയിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് സംസാരിക്കുന്നത് ഏകനായിരിക്കുന്ന സമയത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് അതിരാവിലെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം ദൈവവുമായിട്ടും സമയം പങ്കിടണം, അല്ലെങ്കിൽ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ പിതാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്, ഇടപെടാനായിട്ടുണ്ട്. ഞാൻ ഇത് ഓർക്കുമ്പം വർഷങ്ങൾക്ക് മുന്നേ കാനവച്ചൻ പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ. അത് കാനവച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ചിലർ ഫോൺ എടുക്കും, മറ്റേ തലയ്ക്കൽ ആൾ ഫോൺ എടുത്തോ ഇല്ലയോ എന്നറിയാതെ പറയേണ്ടതൊക്കെ വിളിച്ചു പറയും, എന്തൊക്കെയുണ്ടോ അതൊക്കെ വിളിച്ചു പറയും. പറഞ്ഞതിന് ശേഷം തിരിച്ചൊരു ഉത്തരം കേൾക്കാതെ ഫോൺ അങ്ങ് തിരിച്ചു വെച്ച് കളയും എന്ന് പറയുന്നത് പോലെ പല ആൾക്കാരുടെയും പ്രാർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഈ ദൈവത്തോട് അങ്ങോട്ട് സംസാരിക്കുന്നത് പോലെ തന്നെ ദൈവം ഇങ്ങോട്ടും സംസാരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ പറയുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ടുള്ള ചില ദൈവിക ആലോചനകളും ചിന്തകളും നൽകുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എങ്ങനെ നമുക്ക് കേൾക്കാമെന്ന് പോലും പല പ്രിയപ്പെട്ടവർക്കും അറിയുന്നില്ല. അതെന്തോ വലിയൊരു ലക്ഷറിയാണ് എന്ന്, ആത്മീയതയുടെ വലിയ കൊടുമുടിയാണ് എന്നൊക്കെയാ പലരും ധരിച്ച് ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട്
ദൈവിക ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അത് തിരിച്ചറിയാൻ, അത് അഭ്യസിച്ച വ്യക്തികൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും വണ്ണം ദൈവം നമ്മളോട്, ചെറിയവനോടും വലിയവനോടും ദൈവം സംസാരിക്കാനും ദൈവിക ചിന്തകൾ നമുക്ക് നൽകാനുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുക, ദൈവത്തോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ചില പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ ചില പ്രത്യേകതയുള്ളവർക്ക് മാത്രമുള്ളതല്ല. ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നെനിക്ക് വ്യക്തമായിട്ട് കൃത്യമായ തെളിവോടുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ള അനേക അവസരങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ചു, ഈ നിലയിലാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, ഇതാണ് ദൈവാത്മാവ് ഇടപെടുന്നത്, ഇതാണ് ദൈവാത്മാവിന്റെ ശബ്ദം എന്ന് തിരിച്ചറിയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ കാര്യം, എന്നോട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, പിതാവിങ്കിൽ നിന്ന് ജനിച്ചവനൊക്കെ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവന്റെ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. അന്യനെ അനുഗമിക്കാതെ അത് യഥാർത്ഥ ഇടയനെ അനുഗമിക്കും. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്കറിയാവുന്ന ഒരു കാത്തലിക്കായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട് വയനാട്ടില്. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, ബ്രദറെ, എന്തൊരു അത്ഭുതമാ, നീ എൻ്റെ ആടുകൾ എൻ്റെ രൂപം കാണുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. എത്ര വ്യക്തമാണ്. കാരണം ശബ്ദം ആ ആടുകൾ തിരിച്ചറിയുന്നത്, അവന്റെ വചനവും ദൈവത്തിന്റെ ആലോചനയുമാ തിരിച്ചറിയുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് രഹസ്യത്തിൽ കാണുന്ന പിതാവ്. പറഞ്ഞാൽ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. എന്നോട് ദൈവം കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഈ കുളിക്കാൻ നിൽക്കുന്ന സമയത്താണ്, ബാത്റൂമിൽ വെച്ചിട്ടാണ്. കാരണം അവിടെ നിന്നുകൊണ്ട് നമ്മളൊരു മൂളിപ്പാട്ടും ഒക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവശബ്ദം പലതും ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെച്ചാൽ. അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസപ്പെടും. എന്നാൽ തന്നെ ഞാൻ പറയാം, കാരണം ഞാൻ ഏകാഗിയായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവസന്നിധി ധ്യാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പം ദൈവശബ്ദം ഹൃദയത്തിലേക്ക് കടന്നു. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്, രഹസ്യത്തിൽ നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന പിതാവ്, നമ്മളോട് സ്നേഹമസൃണമായ സ്വരത്തിൽ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തന്റെ പിതാവ്. നമുക്കറിയാമല്ലോ, നിങ്ങൾ ജാതികൾ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗവും നമുക്ക് കാണാം. നമുക്ക് ചില അവസരങ്ങൾക്ക് കാണാം, ഈ കുത്തിയിരിപ്പ് സത്യാഗ്രഹവും ധർണയും അതുപോലെ നിരാഹാര സത്യാഗ്രഹവും കിടക്കുന്ന പോലൊക്കെ പ്രാർത്ഥിച്ചങ്ങ് ദൈവത്തിന്റെ അടുത്തുനിന്ന് ചില ഉത്തരവൊക്കെ അങ്ങ് പിടിച്ചു മേടിച്ചുകൊണ്ട് വരാം എന്ന് വിചാരിക്കുന്ന അലക്സ് ബ്രദർ, ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ ശബ്ദം കേൾക്കാമോ അതോ മനസ്സിൽ സംസാരിക്കുകയാണ്? അതെ ബ്രദറെ, ശബ്ദം ആയിട്ട് നമ്മൾ കേൾക്കുന്നതല്ല, സ്ട്രോങ് തോട്ട്സ് ആയിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള ചില ചിന്തകളായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ചില ചിന്തകൾ നമുക്കത് തിരിച്ചറിയാനായിട്ട് കഴിയും. തിരിച്ചറിയുന്ന അവസരത്തിൽ നമുക്കറിയാം, ദൈവവചനപ്രകാരവും ദൈവഹിതപ്രകാരവും ദൈവമഹത്വത്തിന് വേണ്ടിയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനത്തിന് വേണ്ടിയും ദൈവം നമ്മളോട് ഇടപെടുമ്പം നമുക്ക് ആ ശബ്ദം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അത് ശബ്ദമായിട്ട് അല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്നർ ഇയേഴ്സിൽ എന്നുള്ളതാണ്, നമ്മുടെ ആന്തരിക കർണങ്ങളിൽ നമുക്കത് കേൾക്കാം, ഉള്ളിൽ നമ്മുടെ ബാഹ്യകർണങ്ങളിലല്ല. അപ്പം അത് നമുക്കറിയാമല്ലോ, അത് തഴക്കത്താൽ നമ്മൾ അഭ്യസിക്കുന്ന ഒരു കാര്യമാണെന്നും അത് തഴക്കത്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇത് ദൈവശബ്ദമാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരു ദൈവ പൈതലിന് അത് കേട്ട് പരിചയിച്ച. നോക്കിയാട്ടെ, അതെ, ഇവിടെ പറയുന്നത് കുത്തിയിരിപ്പ് സത്യാഗ്രഹവും നിരാഹാരവും പോലൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കും. എന്നാൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുമായിരുന്നു, ഞാനും ഷാനിയും കൂടെ. അന്നേരം ഞങ്ങളുടെ മോനെ ഞങ്ങൾ വീട് നോക്കണം, 2-3 ദിവസം നീ വീട്ടിൽ നിൽക്കണം, വീട് നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് അവനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ എവിടെങ്കിലുമൊക്കെ ചില പട്ടണങ്ങളിൽ ചെന്ന് കഴിയുമ്പം അവിടുന്ന് ഉടനെ വിളിക്കും, എടാ നീ എവിടാ, നീ പട്ടി അഴിച്ചു വിട്ടോ, നീ രാവിലെ അതിന് ഫുഡ് കൊടുത്തോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്ന് 4 ചോദ്യം ചോദിച്ചിട്ട് ഫോൺ വെക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവനോട് നമ്മുടെ കാര്യങ്ങൾ പറയണം, നമ്മൾ എവിടെ എത്തി, നമ്മൾ എന്തുവാ ചെയ്യുന്നത്, ഇതൊക്കെ പറഞ്ഞ് അവനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവൻ നമ്മുടെ ഒരു ഭാഗമാണെന്ന് അവനെയും കൂടെ ഫീൽ ചെയ്യിച്ചുകൊണ്ട് വേണം നമ്മൾ അവനോട് ചില ചോദ്യം ചോദിക്കാൻ. അല്ലാതെ നീ അത് ചെയ്തോ, ഇത് ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വേലക്കാരനോട് ചോദിക്കുന്ന പോലെ അവന് തോന്നി. വേലക്കാരനോട് പോലും അങ്ങനെ ചെയ്യരുത്. അപ്പം എന്ന് പറയുന്നത് പോലെയാ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുന്നതും ദൈവഭവനത്തിലെ ഒരു അംഗമാണ്. നമുക്കറിയാം, ഇതൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ ഒത്തിരി സമയമുണ്ട്. കാരണം പിതാവേ എന്ന് വിളിക്കുന്ന വിളി തന്നെ സൂചിപ്പിക്കുന്നത് അന്ന് വരെ പിതാവേ എന്ന് വിളിച്ചോണ്ടുള്ള ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നു.
എന്നാൽ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന തന്നെ നമ്മൾ എഫേസ്യർ എന്ന ലേഖനത്തിൽ വായിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പം പുതിയൊരു ഫാമിലി തുടങ്ങിയേക്കുക. ഈ ഫാമിലിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഹെഡ് ഓഫ് ദ ഫാമിലി പിതാവാ. ഈ പിതാവിന്റെ പേരിലാ ഇപ്പം ഈ കുടുംബത്തിന് പേര് വീണേക്കുന്നത്. നമുക്കറിയാമല്ലോ, പല പ്ലാവിന്റെ ചുവട്ടിലും പല കുരിശിന്റെ മൂട്ടിലും ഒക്കെ ഉള്ള എത്രയോ കുടുംബങ്ങൾ നമുക്കുണ്ട്. പലരും പല ഇങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നവരായിരിക്കും. എന്നാൽ പുതിയൊരു കുടുംബം സ്വർഗീയ പിതാവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞ സ്വർഗീയ കുടുംബത്തിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അംഗങ്ങളാണ് നമ്മൾ. ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള പോലെ നമുക്ക് പെരുമാറാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം തന്നെ നമ്മൾ വിചാരിക്കണം, നമ്മൾ പല ആവശ്യങ്ങൾ പറയുമ്പോഴും ഇനി മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേവലം ആവശ്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമുക്കറിയാം, ഇപ്പം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ? എനിക്ക് ഇപ്പം ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് തരണമെന്ന് മാത്രമാണോ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാം കൂടെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ എന്നാ. അപ്പം ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരവും അതിൻ്റെ എഫക്റ്റും അവന് മാത്രമല്ല, അവൻ ഏത് കുടുംബത്തെ റെപ്രസെന്റ് ചെയ്ത് അവൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് പൊതുവായിട്ടുള്ളൊരു സ്വഭാവം കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതൊരു കുടുംബത്തെ പ്രതിനിധീകരിച്ച അവൻ ആ പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാ. കാരണം നമുക്കറിയാം, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇപ്പം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. എന്തുവാ ഈ ആറ്റിറ്റ്യൂഡ്? അത് ദൈവമേ, നീ എനിക്ക് കിട്ടേണ്ട കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ നീ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഞാനിവിടെ പട്ടണി കിടന്നാണേലും ഞാനത് മേടിക്കും എന്നുള്ള നിലയിലല്ല. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പിതാവാ നീ. നിന്റെ അടുത്തുനിന്ന് അത് പിടിച്ചു മേടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, അതിനുള്ള ആംബിയറും ഇല്ല. എന്നാൽ കർത്താവേ, ഞാൻ അനുഗ്രഹിക്കപ്പെടണം, ഞാൻ ആത്മീയമായിട്ട് മുന്നേറണം, ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം, എൻ്റെ പല ആവശ്യങ്ങൾ ഭാരങ്ങളിൽ അതിലൊക്കെ ദൈവത്തിൻ്റെ വഴികൾ വെളിപ്പെടണം, കർത്താവെ ദൈവ വഴികൾ തുറക്കപ്പെടണം. ഇതിലൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി വഴികൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പിതാവിൻ്റെ സന്നിധിയിലാണ് ഞാൻ പോയി മുട്ടുകുത്തുന്നത്. അപ്പം ഞാൻ എൻ്റെ മകന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പം അവൻ അതിനു വേണ്ടി വന്ന് വഴക്കുണ്ടാക്കി എന്നോട് മേടിച്ചാൽ എനിക്ക് എന്നാ തോന്നുന്നു അവനോട്? ഞാൻ ഓൾറെഡി എൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്ന് വിചാരിച്ച കാര്യം അവൻ തേണ്ട വന്ന് വഴക്കുണ്ടാക്കി എന്നോട് മേടിക്കാൻ പോകുന്നു. എത്ര ഫീൽ ചെയ്യും, എന്തുമാത്രം ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ചെല്ലുമ്പോഴും നമ്മളൊരു കുടുംബത്തിലെ അംഗമാണെന്നും അതുപോലെ തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കപ്പെടണം, നമ്മൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പിതാവിന്റെ സന്നിധി ചെന്നിട്ട് നമുക്കിതുപോലെ വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അതൊരു ശരിയായ ആറ്റിറ്റ്യൂഡല്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളുടെയും ഒരു ആറ്റിറ്റ്യൂഡ് വൈസ് തന്നെ തുടക്കത്തിൽ തന്നെ അത് ഫെയിലിയർ ആയിട്ട് പോകുന്നതിന്റെ ഒരു കാരണം ഇതാ. അപ്പം നമുക്ക് കാണാം, നമുക്ക് ഏലിയാവിന്റെ അനുഭവത്തിൽ ആ ബാലിന്റെ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാം. അവര് ഉച്ചയാകുന്നത് വരെ ചാടിയും തുള്ളിയും ഒക്കെ നടന്നു ബാലയെ വെളിപ്പെടുക, ബാലയെ വെളിപ്പെടുക എന്ന് പറഞ്ഞ് സ്വയം മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടു. അപ്പൊ സ്വയം മുറിവേൽപ്പിച്ചാൽ, ഞാൻ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഉടനെ പ്രസാദിക്കുന്ന ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് നിർബന്ധിച്ച് ഞാനത് ചെയ്യിക്കും. ഇതാ ഇവിടെ പറഞ്ഞേക്കുന്നത്, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. കുറേ പറയുന്നത് കൊണ്ടോ കുറേ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടോ ദൈവം ഇതൊക്കെ പിടിച്ചു വെച്ച് തരാനായിട്ട് വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും നിസ്സാരമായിട്ട്, പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പം ഇന്ന സ്ഥലത്ത് ഞാനൊരു 10 പൈസ ഇട്ടേക്കാം, ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്നതുപോലൊക്കെ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിവരക്കേട് ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗം വായിച്ചപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർക്കാനിടയായത്. എൻ്റെ 10 പൈസയ്ക്ക് വേണ്ടിയാണോ എൻ്റെ ദൈവമേ എന്നെ നീ ഈ ഡിഫിക്കൽറ്റിയിലാക്കുന്നത്?
ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ദൈവമല്ല. എൻ്റെ 10 പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം, ഇന്നത്തെ കാലത്ത് 10 പൈസ കാണാനും ഇല്ല, അത് വേറൊരു കാര്യം. എന്നാൽ ഉള്ള കാലത്ത് ഞാൻ പറയുക. അപ്പം ദൈവത്തെക്കുറിച്ചൊരു എങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാ ഈ ലോകത്തിനുള്ളത്? അവരുടെ ചില നേർച്ച കാഴ്ചകളും അവരുടെ ചില ചില അവർ തന്നെ ത്യാഗപൂർണമെന്ന് വിചാരിക്കുന്ന ചില അനുഭവങ്ങളും ചെയ്ത് അതിൽ അവരുടെ വേദനയിൽ പ്രസാദിക്കുന്ന, അവരുടെ ശരീരത്തെ ഡീഫോം ചെയ്യുന്നത് കൊണ്ടും ശരീരത്തെ വേദനിപ്പിക്കുന്നത് കൊണ്ടും ഒക്കെ അതിൽ അങ്ങനെ പ്രസാദിക്കുന്ന ഒരു ദൈവം എന്നൊരു നിലയിൽ ചിന്തിക്കാനായിട്ട് ഇടയായി തീരാതെ, ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. പിന്നെയും 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 പറയുന്നത് കൊണ്ട് അത് കിട്ടുമെന്ന് വിചാരിക്കരുത്. നമുക്കറിയാമല്ലോ, കർത്താവിന് പഠിപ്പിച്ച പ്രാർത്ഥന, പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ഒത്തിരി തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതായിട്ടുള്ള അരാമ്യ ഭാഷയിൽ തന്നെ അത് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മളൊന്നും അരാമ്യ ഭാഷ സംസാരിക്കുന്നവരോ അത് അറിയുന്നവരോ അല്ല എന്നുള്ളത് നമുക്കറിയാം. ലിറ്ററലായിട്ട് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തെമ്പാടും ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കാര്യമാണെന്നും, ഈ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ കാര്യം എന്താ, അതിൻ്റെ ആശയം ഏകദേശം അവിടെ നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്കുകളല്ല ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കർത്താവ് പറഞ്ഞ യഥാർത്ഥ വാക്കുകളല്ല നമ്മളിവിടെ ഉച്ചരിക്കുന്നത്. നമ്മളതിൻ്റെ സമാനമായിട്ടുള്ള അർത്ഥം വരുന്നതായിട്ടുള്ള, ആശയം വരുന്നതായിട്ടുള്ള വാക്കുകൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലോ ഉള്ളതാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ കർത്താവ് പറഞ്ഞ വാക്കല്ല ഈ പറയുന്നത്, കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ല നമ്മൾ ഈ പറയുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ഓൾറെഡി അവർ ഈ മലയാളത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ അവരാ പറയുന്ന ആ ഡോക്ട്രിൻ വിട്ടുപോയി. അവർക്ക് ആ ആശയമാണ് അവർ ഉൾക്കൊള്ളുന്നത്. അപ്പൊ തന്നെ കാര്യം അവിടെ സോൾവ് ആയല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ആൾക്കാരും അവരുടെ സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള നിലയിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥന അതിനൊന്നും വെച്ച കാര്യമല്ല എന്ന് നമ്മളോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രാർത്ഥനയുടെ ഉദ്ദേശം ഇതാക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപയില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് വേണം അത് വേണം എന്ന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വെച്ച ഒരു കാര്യമല്ല പ്രാർത്ഥന എന്നുള്ളത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ വ്യക്തമാണ്. കാരണം അവിടെ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ കർത്താവ് എൻ്റെ ചില ഭൗതിക ആവശ്യങ്ങൾ എനിക്ക് തരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലല്ല പറഞ്ഞേക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടണമേ എന്ന് പറയുന്നതാണ് ഒന്നാമത് നമ്മൾ കാണുന്നത്. അപ്പം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആദ്യം ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ളതായിരിക്കണം അവൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ നാമം അപമാനിക്കപ്പെടാനും ദൈവനാമം അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് അവനോ അവൻ്റെ ജീവിതമോ അവൻ്റെ പ്രവൃത്തിയോ പോകാനായിട്ട് പാടില്ല എന്നും കൂടെ അവൻ വിചാരിക്കണം. അപ്പം നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. അപ്പം ഇത് രണ്ടാമത് പറയുന്നത് ഈ പ്രാർത്ഥനയിലെ ആവശ്യം ദൈവരാജ്യത്തിന് വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ ദൈവം ഈ ലോകത്തെ ഭരിക്കുകയും ദൈവം ഈ ലോകത്തെ നടത്തുകയും ചെയ്യുന്ന ഒരനുഭവത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. കർത്താവേ, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ എന്തിനാ പ്രയോറിറ്റി? പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താ? ദൈവനാമ മഹത്വമാണ് പ്രാർത്ഥനയുടെ ഉദ്ദേശം. ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാഥമിക ഉദ്ദേശം. രണ്ടാമത് അവിടെ പറഞ്ഞേക്കുകയാണ്, ദൈവമേ നിന്റെ രാജ്യം വരണം, അതിനുവേണ്ടിയാ നീ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. നിന്റെ രാജ്യം വരുന്നതിന് വിഘാതമായിട്ടുള്ള ഒന്നും ചെയ്യരുത്. എങ്ങനെയാ ദൈവത്തിൻ്റെ രാജ്യം വരുന്നത്? ദൈവത്തിൻ്റെ രാജ്യം വരുന്നത് സുവിശേഷം അറിയിക്കുന്നതിലൂടെ, സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ, ദൈവത്തിൻ്റെ വചനം ഈ ലോകമെമ്പാടും പ്രസംഗിക്കുന്നതിലൂടെയാ ദൈവത്തിൻ്റെ രാജ്യം വരുന്നത്. അപ്പം ദൈവവചനത്തിനും സുവിശേഷത്തിന്റെ പ്രസംഗത്തിനും എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഇത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം അത് നീതീകരിക്കപ്പെടാനായിട്ട് പറ്റുമോ? അവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അതിനെതിരായിട്ടാണ് നിൽക്കുന്നത്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ ഇത് പിന്നെയും കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് അർത്ഥമില്ലാതെ പറയുന്നത് കൊണ്ടും അവന്റെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും സുവിശേഷം മറ്റുള്ളവർ അറിയുന്നതിനും മറ്റുള്ള വ്യക്തികൾ ക്രിസ്തുവിലേക്ക് വരുന്നതിനും അവർ രൂപാന്തരപ്പെടുന്നതിനും ക്രിസ്തുവിലുള്ള നിത്യജീവൻ അനുഭവിക്കുന്നതിനും വിഘാതമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം എങ്ങനെ ഊറ്റം കൊള്ളാൻ പറ്റും? അതൊരിക്കലും സാധിക്കത്തില്ല. അത് ഇരട്ടത്താപ്പാ.
അത് ഇരട്ടത്താപ്പാ. കാരണം ഈ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സുവിശേഷം പ്രസംഗിപ്പീൻ എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ ആ രാജ്യം വരുന്നതിന് വിഘാതമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അതിലൂടെ എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എൻ്റെ രാജ്യം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവഹിതം അത് കർത്താവെ സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലുമാകുവാൻ തക്കവണ്ണം. നമ്മൾ എബ്രായലേഖനത്തിൽ വായിക്കൂടെ എല്ലാം അതിന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അപ്പം ദൈവഹിതം കർത്താവ് ഈ ഭൂമിയിൽ നടക്കണം, എൻ്റെ ജീവിതത്തിൽ നടക്കണം. ദൈവഹിതത്തിന് പരമപ്രധാനം കർത്താവ് എൻ്റെ ഇഷ്ടത്തിനോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ അല്ല. നോക്കിയാട്ടെ, ഇത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിങ്ങനെ അല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്തൊരു പ്രാർത്ഥനയാണ്, എന്തൊരു ആഴമായി ഇതിന്. ഇത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവഹിതത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതോ പേരിന് ഇത് പറഞ്ഞേച്ച് ദൈവഹിതത്തിനെതിരായി തന്നെ ജീവിക്കാൻ പറ്റുമോ? നോക്കിയാട്ടെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. പിന്നെയാണ് ഭൗതിക ആവശ്യം വരുന്നത്. നോക്കിയാട്ടെ, എന്ന് മാത്രമല്ല, ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്ന പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇതൊരു പ്രാർത്ഥനയുടെ പ്രീ റിക്വസിറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഹൃദയത്തിൽ പകയും കയ്പും വിദ്വേഷവും മറ്റുള്ളവരോടുള്ള പ്രശ്നങ്ങളും ഒക്കെ വെച്ചുകൊണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, നിന്റെ സഹോദരൻ നിന്നോട് വല്ലതും ഉണ്ടെന്ന് നീ യാഗപീഠത്തിലേക്ക് പോകുമ്പോൾ, വഴിപാട് അർപ്പിക്കാൻ പോകുമ്പോൾ അങ്ങനെ നിന്റെ ഹൃദയത്തിൽ തോന്നിയാൽ അത് അവിടെ വെച്ചിട്ട് പോയി അവനോട് നിരപ്പ് പ്രാപിച്ച ശേഷം വന്ന് നിന്റെ വഴിപാട് അർപ്പിക്കുക. അപ്പൊ എന്തുമാത്രം പ്രാധാന്യമാണ് ഈ കുടുംബത്തിൽ നമ്മൾ ആയിരിക്കുമ്പം കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട്, ദൈവീയ കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥന ദൈവം സപ്പോർട്ട് ചെയ്യുന്നില്ല, ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. അസൂയക്കാരനും പിന്നെ അത്യാഗ്രഹി അസൂയക്കാരനും പ്രാർത്ഥിച്ചതുപോലെ അവൻ ഒരു കണ്ണ് എൻ്റെ പൊട്ടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മറ്റവൻ്റെ രണ്ട് കണ്ണും പൊട്ടിപ്പോയതുപോലുള്ള പ്രാർത്ഥനയൊന്നും ഇവിടെ അംഗീകരിക്കുന്നില്ല. നിരപ്പ് പ്രാപിക്കാതെയും ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് ഉടവ് സംഭവിക്കുന്നത് പോലെ, തകർച്ച സംഭവിക്കുന്ന പോലെയുള്ള പ്രാർത്ഥനകൾ ഇവിടെ എന്റർടൈൻ ചെയ്യുന്നില്ല. ആ ആറ്റിറ്റ്യൂഡിലുള്ള ഇത് വേണ്ട. അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നില്ല. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ നിന്ന് കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. വളരെ നമ്മുടെ ശക്തിയില്ലായ്മയും ദൈവത്തിലുള്ള ആശ്രയവും പ്രഖ്യാപിക്കുന്നതാണ് ഈ പ്രാർത്ഥന. സത്യം പറഞ്ഞാൽ ഇന്ന് ഇതെല്ലാം പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല. പറ്റിയാൽ നമുക്ക് നാളെ ഇത് തന്നെ ചിന്തിക്കാമെന്ന് എൻ്റെ ഒരു വിചാരം. കാരണം എൻ്റെ ഒരു അത്യാഗ്രഹത്തിന് ഞാൻ കയറി 15 വാക്യം ഷെഡ്യൂൾ ചെയ്തെങ്കിലും എനിക്ക് തന്നെ ഇപ്പം ഞാനിങ്ങനെ വിമിഷ്ടപ്പെടുക, ഇതിലുള്ള പല കാര്യങ്ങളും പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത്. വിജയപ്രദൻ്റെ സമയം എന്തായാലും ഇത്രയും കവർന്നെടുത്ത് ഇനി കൂടുതലെടുക്കുന്നില്ല. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കും. മനുഷ്യരോട് പിഴകൾ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു എന്ന് പറയും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടാനും, ദൈവഹിതം എന്താണെന്നും ദൈവത്തിൻ്റെ പ്രയോറിറ്റീസ് എന്താണെന്നും ദൈവം എന്തിനാണ് ഈ പ്രാർത്ഥന വെച്ചേക്കുന്നതെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് കേവലം മാനുഷികമായിട്ടുള്ള ചില നീഡുകൾ മീറ്റ് ചെയ്യാനായിട്ട് ഉള്ള പ്രാർത്ഥനയല്ല. ഇത് ദൈവരാജ്യത്തെ സംബന്ധിച്ച് അതിൽ നമ്മൾ ഭാഗഭാക്കായി ദൈവത്തിൻ്റെ ഈ സ്വർഗീയ ബിസിനസ്സിൽ നമ്മൾ ഓഹരിക്കാരാക്കി നമ്മളെ മാറ്റുന്ന, നമ്മളെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു പ്രാർത്ഥനയായത്. നമ്മൾ കേവലം ഇത് കണ്ടുകൊണ്ട് ദൂരെ നിൽക്കുന്നവരല്ല, നമ്മളും ദൈവഭവനത്തിന്റെ ഭാഗഭാക്കായി തീർന്ന ഒരനുഭവത്തിൽ നമ്മളും ദൈവത്തോട് ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്ക് തുടർന്ന് ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ അത് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും.